പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഭക്തിസാന്ദ്രമായി ദേവാലയങ്ങളിലെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷം. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. കോടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവിന് വെട്ടേറ്റു മരിച്ചു. തൃപ്രയാറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു. തനിക്കെതിരെയുള്ള ലഹരിക്കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ. പോലീസ് കുടുക്കുകയായിരുന്നുവെന്ന് നടൻ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന പരാതിയുമായി കൊണ്ടാഴി മേഖലയിലെ കർഷകർ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. അറ്റകുറ്റപ്പണിയില്ലാതെ KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാലാവധി കഴിഞ്ഞ ടയറുകൾ അപകടങ്ങൾക്കിടയാക്കുന്നു. നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കുരിശിലേറിയതിന്റെ 3-ാം നാൾ ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ഈസ്റ്റർ ആഘോഷം. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയായി. പള്ളികളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. മെത്രാപ്പോലിത്തയുടെ സെക്രട്ടറി ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാൻ, സഹവികാരിമാരായ ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര എന്നിവർ നേതൃത്വം നൽകി. വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകൾക്കപ്പുറത്ത് പ്രതീക്ഷയുടെ പൊൻപുലരിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ് ഉദ്ധാന തിരുനാളെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ദുഃഖവെള്ളികൾ കടന്നുപോകും, ദുഃഖശനികൾ കടന്നുപോകും. അതിന്റെ അപ്പുറത്ത് നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഉത്ഥാനമുണ്ട്. ശുഭാപ്തി വിശ്വാസിയായിരിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. ദൈവം, ഉത്ഥിതനായ ഈശോ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികൾ, അനിശ്ചിതത്വങ്ങൾ, സംഘർഷങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയിൽ ഇന്നത്തെ ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഈസ്റ്ററിന്റെ സന്ദേശം കൂടുതൽ പ്രസക്തമാണെന്ന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. സഹനങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഒളിച്ചോടുന്നതല്ല, ഏറ്റെടുത്ത് അവയെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലെ ജീവിതത്തിലെ വിജയം. ആ ഉത്ഥാന തിരുനാളിന്റെ വിജയം അത് നമ്മുടെ വിജയമായി തീരട്ടെ. ഈശോയുടെ ഉദ്ധാനം നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഈശോയുടെ പുനരുത്ഥാനം ഒരു നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഉത്ഥാന തിരുനാള് സമാധാനവും സന്തോഷവും ആശംസിക്കുമ്പോൾ അത് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നാം ഇടപെടുന്ന തലങ്ങളിലും സമൂഹങ്ങളിലും സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകാൻ ഈസ്റ്റർ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള പ്രചോദനമാകട്ടെ ഈസ്റ്റർ എന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗ്യൻ കുര്യാക്കോസ്. ലോക സമാധാനത്തിനായി ക്രൂശ് എടുക്കാനും ആ ക്രൂശിന്റെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ മാർഗത്തിലൂടെ ജീവിതം പുനഃസൃഷ്ടിക്കാനും ഈ സമൂഹത്തെ വീണ്ടെടുക്കാനും ഇന്ന് ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നു. ഈശോയുടെ ഉയിർപ്പ് വ്യക്തിയെ സംബന്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട വസ്തുതയാണെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. ഈശോയുടെ ഉയിർപ്പ് ഒരു ചരിത്ര സംഭവം മാത്രമല്ല. ഈശോയുടെ ഉയിർപ്പ് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്.
അടിതെറ്റി വീണാലും ഉയിർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രതീക്ഷ എന്ന ഒന്നില്ലെങ്കിൽ ജീവിതമില്ലെന്നും ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്, സമാധാനത്തിൻ്റെ തിരുനാളാണ്, പുതുജീവന്റെ തിരുനാളാണ്, പ്രകാശത്തിന്റെ തിരുനാളാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് തിരുനാളുകളുടെ തിരുനാളാണ്. ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ്. ആ പ്രതീക്ഷ വിൽ നെവർ ഫെയിൽ യു. ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ഉയർപ്പുണ്ട്. അടിതെറ്റി വീണാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക്. അത് ആഘോഷിക്കപ്പെടട്ടെ സന്തോഷത്തോടെ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷം. പാലേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗത സൗകര്യം സുഗമമാകുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച് ഈ മാസം 16-ന് തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ശനിയാഴ്ച രാത്രി റദ്ദാക്കി. പാതയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുള്ള ഉത്തരവ് കളക്ടർ തന്നെ മരവിപ്പിച്ചത്. അടിപ്പാത നിർമ്മാണത്തിന്റെയും മറ്റ് അറ്റകുറ്റപ്പണികളുടെയും പശ്ചാത്തലത്തിൽ മണ്ണുത്തി ഇടപ്പള്ളി റൂട്ടിലും മണ്ണുത്തി വടക്കുംചേരി റൂട്ടിലും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത്. ടോൾ നൽകിയിട്ടും തകർന്ന റോഡിലൂടെയും കുരുക്കിൽപ്പെട്ടും യാത്ര ചെയ്യുന്നതിൽ യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച തൃശൂർ കളക്ടറെ അഭിനന്ദിച്ച് യാത്രക്കാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ 3 ദിവസം തികയും മുമ്പാണ് ഉത്തരവ് മരവിപ്പിച്ച് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ഗതാഗതം സുഗമമാക്കുന്നതിനായി ചൊവ്വാഴ്ച നാഷണൽ ഹൈവേ അതോറിറ്റി, RTO എന്നിവരുമായി റൂറൽ SP ചർച്ച നടത്തുമെന്ന് കളക്ടർ പറഞ്ഞു. TCV തൃശൂർ. കോടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവിന് വെട്ടേറ്റു. മാരാങ്കോട് കനാൽപ്പാലം റോഡിൽ ചേരിക്കര വീട്ടിൽ 40 വയസ്സുള്ള ശിശുപാലൻ എന്ന ഷിജുവാണ് വെട്ടേറ്റു മരിച്ചത്. വളർത്തുനായ്ക്കളെ സംബന്ധിച്ചുള്ള വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയായ അയൽവാസി ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോസ് എന്നയാളുടെ പറമ്പിൽ അന്തോണിയുടെ വളർത്തുനായകൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ശിശുപാലൻ വളർത്തുന്ന നായയാണ് പറമ്പിലെത്തുന്നതെന്ന് അന്തോണി പറഞ്ഞതാണ് തർക്കത്തിനിടയാക്കിയത്. ഇത് ചോദിക്കാനെത്തിയ ശിശുപാലനെ വടിവാളുമായി എത്തിയ അന്തോണി വെട്ടുകയായിരുന്നു. കഴുത്തിൽ വെട്ടേറ്റ ശിശുപാലൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയായ ശിശുപാലൻ അവിവാഹിതനാണ്. തൃപ്രയാർ കിഴക്കേ നടയിൽ ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിനു സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. താന്യം സ്വദേശി കൊല്ലംകുളങ്ങര 70 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ തൃപ്രയാർ ഭാഗത്തുനിന്ന് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടം നടന്നയുടനെ ആംബുലൻസിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തനിക്കെതിരെയുള്ള ലഹരിക്കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ. ഇക്കാര്യത്തിൽ ഷൈൻ നിയമോപദേശം തേടി. തനിക്ക് പങ്കില്ലാത്ത കേസിൽ തന്നെ പ്രതിയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് നീക്കം. കേസിൽ പോലീസ് കുടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. അതേസമയം ഷൈൻ ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് നടന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും. മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അടുത്ത ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഷൈനിനെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അന്വേഷണവുമായി സഹകരിക്കുമെന്നും നടി വിൻസി സർക്കാരിനെ അറിയിച്ചു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന് പരാതിയുമായി കർഷകർ. കൊണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലെ കർഷകരാണ് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കുകളിൽ നിന്ന് നെല്ലിന്റെ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായത്. ഡിസംബറിൽ കൊയ്ത്തുകഴിഞ്ഞ് ഫെബ്രുവരി ആദ്യവാരത്തിലാണ് നെല്ല് കൊണ്ടുപോയത്.
കൊണ്ടാഴി പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല. ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. കർഷകരുടെ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കനറ ബാങ്കിൽ നെല്ല് കൈപ്പറ്റ രസീതി വാങ്ങിവെക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ബാങ്കും സപ്ലൈകോയുമായുള്ള കരാർ കാലാവധി മാർച്ച് മാസത്തിൽ തീർന്നതായാണ് ബാങ്ക് ജീവനക്കാർ കർഷകരോട് പറയുന്നത്. ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി PRS സ്വീകരിച്ച് കർഷകരുടെ നെല്ലിന് ലഭിക്കേണ്ട താങ്ങുവില നൽകി സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചേലക്കോട് തെക്കുമുറി പാടശേഖര സമിതി പ്രസിഡന്റ് KR ചക്രപാണിധരൻ, സെക്രട്ടറി MS വേണുഗോപാൽ എന്നിവർ ആവശ്യപ്പെട്ടു. പല കർഷകരും സ്വർണം പണയപ്പെടുത്തിയും പലിശയ്ക്ക് പണമെടുത്തുമാണ് കൃഷി ഇറക്കിയിരുന്നത്. വില ലഭിക്കാത്തതിനാൽ കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. TCV ന്യൂസ്, ചേലക്കര. അറ്റകുറ്റപ്പണിയില്ലാതെ KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാലാവധി കഴിഞ്ഞ ടയറുകൾ അപകടങ്ങൾക്കിടയാക്കുന്നു. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്നത് നിരത്തിലെ പതിവ് കാഴ്ചയാണ്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതും കാലപ്പഴക്കവുമാണ് ബസ്സുകൾ തകരാറിലാവാൻ കാരണം. കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താതെ നൂറുകണക്കിന് KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. തകരാറിലായ ബസ്സുകൾ ഓടിക്കാൻ നിർബന്ധിക്കുന്നത് ജീവനക്കാരും KSRTC ഡിപ്പോ അധികൃതരും തമ്മിലുള്ള തർക്കങ്ങൾക്കും വഴിവെക്കുന്നു. തേയ്മാനം വന്ന ടയറുകൾ, പൊട്ടിയ വൈപ്പർ, ഇളകി വീഴാറായ വാതിലുകൾ, തുരുമ്പെടുത്ത ഷട്ടറുകൾ എന്നിവ KSRTC ബസ്സുകളിലെ പതിവ് കാഴ്ചയാണ്. വർക്ക്ഷോപ്പുകളിൽ സൗകര്യമില്ലാത്തതും സ്പെയർ പാർട്സുകൾ ലഭിക്കാത്തതും മൂലമാണ് അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി നടത്താൻ കഴിയാത്തതെന്ന് മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവർ പറയുന്നു. TCV, തൃശൂർ. തിരുവല്ലോമലയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വഴിയാത്രികൻ മരിച്ചു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് മരിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു അപകടം. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. സാമവേദാചാര്യൻ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യ 62 വയസ്സുള്ള അജിതകുമാരി അന്തർജനമാണ് മരിച്ചത്. വൈക്കം തലയോരപ്പറമ്പ് ചെറുമണൽ മന കുടുംബാംഗമാണ്. വിഷുദിനത്തിൽ രാവിലെ നിലവിളക്കിൽ നിന്ന് വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു. ക്യാമറ വഴി പിഴ ചുമത്തുന്നത് ഇനി കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന 12 കുറ്റങ്ങളിൽ മാത്രം. ടൂറിസ്റ്റ് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിക്കുന്ന ലഗേജ് കാരിയറുകൾക്ക് ഇനി മുതൽ പിഴ ഈടാക്കില്ല. മൊബൈലിൽ ചിത്രമെടുത്ത് ചലാൻ വഴി മറ്റ് നിയമലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതോടെയാണ് ഇടപെടൽ. വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക, രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക, പുകപരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിലെടുക്കുന്ന ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്തരുതെന്നാണ് നിർദ്ദേശം. ഹെൽമറ്റില്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ചിത്രമെടുക്കുമ്പോൾ വാഹനത്തിന്റെ രേഖകൾ കൂടി ഓൺലൈനിൽ പരിശോധിച്ച് മറ്റു കുറ്റങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതാണ് പരാതിക്കിടയാക്കിയത്. ടൂറിസ്റ്റ് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിക്കുന്ന ലഗേജ് കാരിയറുകൾക്ക് ഇനി മുതൽ പിഴ ഈടാക്കില്ല. ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ ഇവയാണ്: അമിതവേഗം, അനധികൃത പാർക്കിംഗ്, ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കുക, ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക, വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധം ഭാരം കയറ്റുക, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക, ലൈൻ ട്രാഫിക് ലംഘനം, ചരക്കുവാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോവുക, നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട്, മൊബൈൽ ഫോൺ ഉപയോഗം, മഞ്ഞവര ഉൾപ്പെടെയുള്ള റോഡിലെ മാർക്കിങ്ങുകൾ ലംഘിക്കുക എന്നിവയാണ് ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ. TCV ന്യൂസ്, തൃശൂർ. മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ പുലിയന്നൂർ മാടശ്ശേരി കിഴക്കൂട്ട് ശരത്തിന്റെ അമ്മ ശോഭനയാണ് മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൃദയാഘാതം സംഭവിച്ച് മരിച്ചിരുന്നു. കേച്ചേരിയിലെ കൊറിയർ സർവീസിലെ ജീവനക്കാരനായിരുന്ന ശരത്ത് ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ മകന്റെ സംസ്കാര ചടങ്ങിലാണ് ശോഭന കുഴഞ്ഞു വീണത്. അബോധാവസ്ഥയിലായ ശോഭനയെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. കരാർ അനുസരിച്ച് ടാറിടൽ പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ റീബിൽഡ് കേരള മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. കുഴൂർ പഞ്ചായത്തിലെ കുഴൂർ ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ പുനർനിർമ്മാണ പൂർത്തീകരണമാണ് അനന്തമായി നീളുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് 5 തവണയാണ് കരാർ നീട്ടി നൽകിയിട്ടുള്ളതെന്നും മെയ് 30-ാം തീയതിക്കകം ടാറിടൽ നടത്തിയില്ലെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കി പുനഃക്രമീകരണത്തിന് നിർദ്ദേശം നൽകുമെന്നും റീബിൽഡ് കേരള പദ്ധതി നിർവഹണ തൃശൂർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CD ജൂഡ് ജോസഫ് അറിയിച്ചു. 2023 മാർച്ച് 20-ന് കരാറുകാരനുമായി 9 മാസത്തെ ഉടമ്പടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അതിനുശേഷം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 5 തവണ കരാർ നീട്ടി നൽകുകയായിരുന്നു. പ്ലാന്റ് ലഭ്യമാകുന്നില്ലെന്നും ബില്ലുകൾ ലഭിച്ചില്ലെന്നും പറഞ്ഞ കരാറുകാരൻ വിഷുവിന് മുൻപ് ടാറിടൽ പൂർത്തിയാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യമായെങ്കിലും ടാറിടൽ നടത്താത്തതിനാൽ പൊടിശല്യം രൂക്ഷമായത് നാട്ടുകാരുടെ പരാതിക്കിടയാക്കി. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തീർക്കുന്ന ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ മഴ വരുന്ന നടക്കില്ല. അതിന് മുമ്പ് പൊടി ശല്യം അതിൽ പോകാൻ പറ്റുന്ന ഏക മാർഗ്ഗമാണ് ആശുപത്രിയിൽ പോകാനും സ്കൂളിൽ പോകുന്നതിനൊക്കെ ഉള്ള ഏക റോഡാണ്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു തടസ്സങ്ങളില്ലാത്തതുകൊണ്ട് സൈഡ് കെട്ടും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള ഇത് നടപടി ഉണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. BMBC ടാറിടൽ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രളയത്തിൽ മുങ്ങിയ പഞ്ചായത്ത് റോഡ് റീബിൽഡ് കേരളയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.37 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത്. 1.8 കിലോമീറ്റർ വരുന്ന റോഡിന്റെ വശങ്ങൾ കെട്ടൽ, കാന നിർമ്മാണം, ചപ്പാത്ത്, റോഡ് ഉയർത്തൽ എന്നിവ പൂർത്തിയാക്കി മെറ്റൽ വിരിച്ചു. 3.75 മീറ്റർ വീതിയിലുള്ള റോഡിന്റെ ടാറിടലും അനുബന്ധമായുള്ള കോൺക്രീറ്റിംഗുമാണ് അവശേഷിക്കുന്നത്. TCV ന്യൂസ്, മാള. പഴയന്നൂരിൽ വീട് കത്തിനശിച്ചു. പഴയന്നൂർ മേപ്പാടത്തുപറമ്പ് പാണഞ്ചേരി വീട്ടിൽ രുക്മണിയുടെ ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. അടുപ്പിന് സമീപത്തുണ്ടായിരുന്ന വിറകുകളിൽ നിന്ന് തീ പടരുകയായിരുന്നു. വൃക്ഷചികിത്സയിലൂടെ പുനർജീവിച്ച ആളൂരിലെ മുത്തശ്ശിമാവ് ഇക്കൊല്ലം നിറഞ്ഞു കായ്ച്ചു. ആളൂർ ജംഗ്ഷനു സമീപം നിൽക്കുന്ന നൂറ്റാണ്ടോളം പ്രായമുള്ള നാട്ടുമാവിലാണ് മാമ്പഴം നിറഞ്ഞു കവിഞ്ഞത്. പോട്ട 3 പീടിക സംസ്ഥാന പാതയോരത്ത് ആളൂർ ജംഗ്ഷനിൽ നിൽക്കുന്ന നാട്ടുമാവുകളിൽ ഒന്നിനെയാണ് 3 വർഷം മുമ്പ് അജ്ഞാതർ തീയിട്ട് നശിപ്പിക്കാൻ നോക്കിയത്. ശിഖരങ്ങൾ വെട്ടിനീക്കുകയും ചുവട്ടിൽ വൈക്കോൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് മാവിന്റെ തൊലി പൂർണ്ണമായും പൊള്ളലേറ്റ് നശിച്ചു. ആളൂർ പഞ്ചായത്ത് ജൈവപരിപാലന സമിതി കൺവീനർ PK കിട്ടൻ, മാവ് സംരക്ഷകൻ M മോഹൻദാസ് തുടങ്ങിയവർ ഇടപെട്ട് ഈ മുത്തശ്ശിമാവിനെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തി. കോട്ടയം സ്വദേശിയും വനമിത്ര പുരസ്കാര ജേതാവുമായ ബിനു സ്ഥലത്തെത്തി ആയുർവേദ വൃക്ഷചികിത്സ നടത്തിയതിനെ തുടർന്നാണ് മാവ് ആരോഗ്യം വീണ്ടെടുത്തത്. വൃക്ഷ ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം 3 തരത്തിലുള്ള മണ്ണ്, നാടൻ പശുവിന്റെ പാൽ, നെയ്യ്, ചാണകം, എള്ള്, കദളിപ്പഴം തുടങ്ങിയ 14 ഇനങ്ങൾ കുഴച്ചു ചേർത്തുണ്ടാക്കിയ മിശ്രിതം മാവിന്റെ തടിയിൽ തേച്ചു പിടിപ്പിച്ചാണ് ചികിത്സ നടത്തിയത്. പൊള്ളൽ കൂടുതലേറ്റ ഭാഗത്ത് എള്ള്, ഉഴുന്ന്, രാമച്ചം, അരിപ്പൊടി എന്നിവയിൽ നാടൻ പശുവിന്റെ പാൽ ചേർത്തുണ്ടാക്കിയ കുഴമ്പുകൊണ്ടുള്ള തരു ചികിത്സയും നടത്തി. പൊള്ളലേറ്റ് ഉണങ്ങിപ്പോകുമായിരുന്ന മാവ് മുത്തശ്ശി ക്രമേണ ആരോഗ്യം വീണ്ടെടുക്കുകയും പിറ്റേ വർഷം തന്നെ നിറഞ്ഞു പൂക്കുകയും ചെയ്തു. മാവിന്റെ കടഭാഗത്തുള്ള തടിയിൽ പൊള്ളലേറ്റ അടയാളങ്ങൾ ദൃശ്യമാണെങ്കിലും അതിജീവനത്തിലൂടെ വഴിയാത്രക്കാർക്ക് തണലും മാമ്പഴത്തിന്റെ മാധുര്യവും നൽകി ആളൂരിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ് ഈ വൃക്ഷമുത്തശ്ശി. TCV ന്യൂസ്, കൊടകര. കൊടകര കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ, ഫാദർ റേസൺ തട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. ഇടവകയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായി. കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൻ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക പ്രധാന ട്രസ്റ്റി വിനു P സൈമൺ, സിസ്റ്റർ ലിറ്റി ജോസഫ്, സിസ്റ്റർ ഷാരോൺ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ സഹകാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയക്കൽ ഉയിർപ്പിന്റെ സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയിർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കരണം നടത്തി. കൈകാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും 107ാമത് സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റി. തിരുനാൾ കൺവീനർ ഡെന്നി ഡേവിസ്, ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ, യൂണിറ്റ് കൈക്കാരന്മാരായ വർഗീസ് നിലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ എന്നിവർ നേതൃത്വം നൽകി.
ഏപ്രിൽ 20, 21, 22 തീയതികളിലായാണ് തിരുനാൾ. ദേവാലയത്തിലെ ഈസ്റ്റർ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ വേറിട്ട ദൃശ്യാവിഷ്കാരം നടത്തി മാള കോട്ടയ്ക്കൽ ആശ്രമ ഇടവക ദേവാലയം. ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് യുവജന സംഘടനയായ യുവ ചവറ കോട്ടയ്ക്കലും അൾത്താര സംഘവും ചേർന്നാണ് പുതുമയാർന്ന ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി, ആർട്ട് ഡയറക്ടർ ജിൻഡോ കൊടിയൻ എന്നിവർ നേതൃത്വം നൽകി. വെല്ലുവിളികളെ നേരിടാൻ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുക്കുകയാണ് പുതിയ തലമുറ. അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആയോധന കലകൾ അഭ്യസിക്കുന്നവരിലൂടെ എണ്ണമേറുകയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആത്മരക്ഷ ഉറപ്പുവരുത്തുകയാണ് കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകൾ പരിശീലിക്കുന്നതിലൂടെ കുട്ടികളും രക്ഷിതാക്കളും ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ രംഗത്തെത്തിയതോടെ കുട്ടികൾക്ക് ഇത്തരം കായിക പരിശീലനങ്ങളോടുള്ള ആഭിമുഖ്യം കുറഞ്ഞിരുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ആയോധന കലകൾ പരിശീലിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതായി കഴിഞ്ഞ 40 വർഷമായി കരാട്ടെ പരിശീലിപ്പിക്കുന്ന ടോമി ഫ്രാൻസിസ് പറയുന്നു. കുട്ടികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ കണ്ടുവരുന്ന അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പല പാരൻസിനും അതിനോട് നല്ലൊരു താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കും നല്ലൊരു താല്പര്യം അതിനോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കരാട്ടെ പഠിക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആയോധനകൾ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം ഇപ്പോൾ പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കായികക്ഷമത നേടുക എന്നതിനൊപ്പം ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും ഇത്തരം പരിശീലനങ്ങൾ സഹായകരമാകുന്നുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന രീതിയിൽ ലൈക്ക് മനസ്സ് ശക്തി ആവണമല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ധൈര്യമാണ് എങ്ങോട്ട് പോകാനും അങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിസിക്കലി അല്ലാണ്ട് തന്നെ മെൻ്റലിയും ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഏത് പ്രതിസന്ധികളെയും ശാരീരികമായും മാനസികമായും നേരിടാൻ ആയോധന കലകൾ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കുട്ടികൾ ചുവടുവെക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ സ്ഥാപനങ്ങളും പരിശീലനം നൽകുന്നുണ്ട്. എതിരാളിയെ മലർത്തിയടിക്കുക എന്നതിനപ്പുറം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ് ഇത്തരം ആയോധന കലാ പരിശീലനങ്ങൾ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ സഹകാർമ്മികനായിരുന്നു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പും കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന മേളവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് വി ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, തുളസി കണ്ണൻ, ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് KN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേജർ KP ജോസഫ് കിക്ക് ഓഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM സലീം, സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി, കൺവീനർ അക്ബർ അലി വെള്ളറക്കാട്, ഇടം സെക്രട്ടറി KP ജയൻ എന്നിവർ പങ്കെടുത്തു. ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ പ്രേമികളും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചവരുടെയും പേരെടുത്ത് തന്നെ സ്വാഗതം പറയേണ്ടതാണ്. ഇത്തരമൊരു പരിപാടി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമൂഹത്തിന്
വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്തിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി. പുളിഞ്ചോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. സക്കീർ കാതിക്കോട്, സയ്യിദ് നെടുമ്പറമ്പ് എന്നിവർ സംസാരിച്ചു. ഇന്ന് 500 രൂപ വരുമാനമുള്ള 2.5 ലക്ഷം വരുമാനമുള്ള ഒരു കർഷക തൊഴിലാളി മക്കൾക്ക് ഈ ഗ്രാന്റ് ലഭിക്കുകയില്ല, ലംസ ഗ്രാന്റ് ലഭിക്കുകയില്ല. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല സിംപോസിയം സംഘടിപ്പിച്ചു. ഡോക്ടർ റീന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. CPT പ്രസിഡന്റ് PN നസീർ അധ്യക്ഷനായി. ഫിലിപ്പ് മമ്പാട്, റാഫി പൊന്നാനി, സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോലി ഇല്ലാതിരിക്കുക പോലും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആണ് നമ്മളൊരു മുടി വെട്ടാൻ പോയാൽ നമ്മൾ എവിടെയാണ് പോവുക? ഏറ്റവും നന്നായി 10 മിനിറ്റിനുള്ളിൽ മമ്പാടിന്റെ ചിത്രം വരച്ച ആത്മവീര്യം നഷ്ടപ്പെട്ടു പോലീസിന്റെ എക്സൈസിന്റെ. പക്ഷേ അത് ചുട്ടുപൊള്ളുന്ന വെയിലിന് ആശ്വാസമായി ഇത്തവണ വേനൽമഴ ലഭിച്ചത് റിസർവ് വനങ്ങളിലെ കാട്ടുതീയുടെ ദുരിതം ഇല്ലാതാക്കി. വനപാലകർക്ക് ആശ്വാസം പകർന്ന് വേനൽമഴ. മുൻ വർഷങ്ങളിൽ റിസർവ് വനങ്ങളിൽ കാട്ടുതീ വലിയ തോതിൽ നാശം വിതച്ചിരുന്നു. 2023 അതിരപ്പള്ളി റേഞ്ചിൽ മാത്രം 30 ഹെക്ടർ പ്രദേശത്ത് കാട്ടുതീ പടർന്നു പിടിച്ചു. അടിക്കാടുകളും മുളക്കൂട്ടങ്ങളും കത്തിയമർന്നു. പാലപ്പള്ളി റേഞ്ചിലും ഇതേ വർഷം വലിയ തോതിൽ കാടിന് നാശമുണ്ടായി. കഴിഞ്ഞ വർഷവും പാലപ്പള്ളിയിൽ കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ലഭിച്ച വേനൽമഴ വനപാലകർക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു. വേനൽ ചൂട് ശക്തമായ മാർച്ച് മാസത്തിൽ 3 തവണ വനത്തിൽ ശക്തമായ മഴ പെയ്തു. ഈ മാസത്തിലും മഴ ലഭിച്ചതോടെ കാട്ടുതീയുടെ ആശങ്ക അകലുകയായിരുന്നു. വനത്തിൽ പച്ചപ്പ് പ്രകടമാണ്. വേനലിൽ ഇലപൊഴിയാറുള്ള മരങ്ങളെല്ലാം പച്ചപിടിച്ചു നിൽക്കുകയാണ്. വനപാലകർക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്തത്. അടിക്കാടുകൾ കത്തിപ്പോകുന്നത് വനത്തിന് നല്ലതാണെങ്കിലും അഗ്നിബാധ ഉൾക്കാട്ടിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ വലിയ തോതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇത് ദുഷ്കരവും പണച്ചിലവ് ഏറിയതുമാണ്. വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള കടന്നുവരവും ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ് വനവകുപ്പ് നേരിടുന്നത്. ഇതിനിടയിൽ ഇത്തവണ കാട്ടുതീ എന്ന വിപത്ത് മാറി നിന്നത് വനപാലകർക്ക് ഏറെ ആശ്വാസമാണ് പകർന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഭക്തിസാന്ദ്രമായി ദേവാലയങ്ങളിലെ ഉയിർപ്പുതിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷം. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. കോടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവിന് വെട്ടേറ്റു മരിച്ചു. തൃപ്രയാറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു. തനിക്കെതിരെയുള്ള ലഹരിക്കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ. പോലീസ് കുടുക്കുകയായിരുന്നുവെന്ന് നടൻ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന പരാതിയുമായി കൊണ്ടാഴി മേഖലയിലെ കർഷകർ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. അറ്റകുറ്റപ്പണിയില്ലാതെ KSRTC ബസുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാലാവധി കഴിഞ്ഞ ടയറുകൾ അപകടങ്ങൾക്കിടയാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.